ഹായ് ഗേയ്സ്, ഏവർക്കും മിഠായിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള DTPC ബീച്ച് അക്വേറിയത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമുക്ക് അക്വേറിയത്തിന് അകത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെ നോക്കാം. ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് 30 രൂപ കേട്ടോ. വലിയവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ. സ്കൂൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 15 രൂപയുള്ളൂ കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ. എന്നാൽ ശരി, വീഡിയോയിലോട്ട് പോകാം. വളരെ മനോഹരമാണ് കേട്ടോ ഈ കടലിനടിയിലൂടെയുള്ള യാത്ര. വിദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ തരം മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പലതരം മീനുകൾ വിദേശ രാജ്യങ്ങളാണ്. ഞാൻ പലതരത്തിലും പല സ്ഥലങ്ങളിലും അക്വേറിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലുള്ള മീനുകളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വർണ്ണമനോഹരമായ പലതരം മത്സ്യങ്ങളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് കോഴിക്കോട് ബീച്ച് കാണാൻ വരുമ്പോൾ ഈ അക്വേറിയം നിങ്ങൾ കാണാൻ മറക്കരുത്. കാരണം കുട്ടികൾക്ക് വളരെ നല്ല രസകരമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ അകത്ത് വന്നാൽ. ഇതിൻ്റെ മുന്നേ ഞാൻ 2-3 പ്രാവശ്യം കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ വരാൻ പറ്റിയില്ല. ഇന്നാണ് ഇപ്പോൾ അതിന് സാധിച്ചത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. ജലധാര, പലതരം ജലധാരകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ജലധാര പറഞ്ഞ പമ്പിങ് ചെയ്യുന്ന പലതരത്തിലുള്ള ജലധാരകൾ, ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട്. ഇത് രാത്രിയിൽ വന്ന് എടുക്കുകയാണെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണാൻ ഭംഗി ഉണ്ടാവും. ഇത് രാത്രിയിലല്ല, ഇത് പകലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ടൈം 10 കേട്ടോ. രാവിലെ 10:30 മണിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 9:30 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ക്ലോസ് ചെയ്യുന്ന ടൈം 9:30. എന്തായാലും കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ. ഇതിന് മോൾ ഭാഗത്ത് കൂടെ ഒക്കെ മീൻ പോകുന്നുണ്ട്. കടലിലെ പോലെ തന്നെ മോൾ കൂടെ ഒക്കെ മീൻ പോകുന്നുണ്ട്. ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നിൽക്കുന്നതിൻ്റെ മോൾ ഭാഗത്താണ് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉള്ളത്. ഇതിൽ ഒരുപാട് സ്ഥലം കാണാനുണ്ട് കേട്ടോ. ഇത് വീഡിയോ ചെറുതാക്കി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വീഡിയോയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. അത് ഒരു പ്രാവശ്യം വന്നാലേ അറിയാൻ കഴിയുള്ളൂ. ഇത് വേറെ തരം ജലധാരയാണ്. വ്യത്യസ്ത മോഡലുകളായിട്ടാണ് ചെയ്തിട്ട് ലൈറ്റുകൾ വെച്ചിട്ടേ രാത്രി കാലങ്ങളിലാണ് കാണാൻ ഭംഗി. ഇത് വേറൊരു മോഡല് ജലധാരകൾ തന്നെ. അവിടെ ഒരു 6-7 ഐറ്റം ഉണ്ട് കാണാൻ. ഇത് വേറെ മോഡൽ. ഇത് നല്ല വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. ഇതിലത്തെ മീനുകൾ വേറെ തരം മീനുകളാണ്. മഞ്ഞ കളറുള്ള മീനുകൾ, വെള്ളിക്കളറുള്ള മീനുകളൊക്കെയാണ്. മീനുകളുടെ പേരൊന്നും നമുക്കറിയില്ല. കാരണം അത് പറയുകയാണെങ്കിൽ കുറേ പറയണ്ടേ. വീഡിയോ ഒന്ന് 1 മണിക്കൂർ ചെയ്താലും അതിൽ പറഞ്ഞ് തീർക്കാൻ കഴിയില്ല. പിന്നെ മരക്കൊമ്പുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയ കുറേ ശില്പങ്ങളുണ്ട് ഇവിടെ. കിളികൾ, അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ഇങ്ങനെ അകത്ത് കിടന്നവിടെ ചെറുമീനൊക്കെ ഈ ഭാഗത്താട്ടോ. ചെറുമീൻ്റെ അക്വേറിയങ്ങൾ വേറെ സ്ഥലത്താണ്. ഇതൊക്കെ ചെറുമീനാണ്. 2 വഴിയാണ്. ഇത് രണ്ടാമത്തെ വഴിയിലൂടെ അകത്ത് കിടന്നാലാണ്. ഇത് അകത്താണ്. മറ്റേ വേറെ സൈഡ് ഭാഗത്താണ് വരുന്നത്. ഇത് നമ്മളെ കോലാൻ്റെ പോലത്തെ ഒരു മീനാണ്. എന്താ പേരൊന്നും അറിയില്ല. ഇത് നമ്മളെ
കടുവില്ലേ, മൊയ്യൊക്കെ അല്ലേ, മൊയ്യിൻ്റെ പോലത്തെ ഒരു മീനാണ്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെ മീനാണ്. ഇതാണ് ഗ്ലാസ് അക്വേറിയം. ഇവിടെയൊക്കെ ഫുള്ള് ചുറ്റി കണ്ടു കേട്ടോ. എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം വരണം, എന്നാലേ ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കണ്ട് പുറത്തേക്ക് പോരാനുള്ള പരിപാടി കേട്ടോ. പുറത്തേക്ക് പോന്നു, വന്ന വഴിയിലൂടെയാണ് തിരിച്ചു പോരുന്നത് കേട്ടോ. ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.